ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ലഹരി ഉപയോഗവും കൗമാരക്കാരും ലഹരി ഉപയോഗവും. അപ്പം എന്തുകൊണ്ടാണ് കൗമാരക്കാരുടെ ഇടയിൽ ലഹരി ഉപയോഗം ഇത്ര ഭയങ്കര വ്യാപകമായിട്ട് വരാനുള്ള കാരണം എന്താണ്? അതിൻ്റെ ഒരു റൂട്ട് കോസ് എന്താണെന്നുള്ളത് കണ്ടെത്താൻ ഞാനൊരു ശ്രമം നടത്തി. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ നമ്മുടെ മുന്നിലോട്ട് ലഹരി ഉപയോഗിക്കുന്ന ഉദാഹരണത്തിനായിട്ട് എൻ്റെ മുൻപിലൊരു കേസ് വന്നു. അപ്പോൾ ആ കേസ് വന്നെന്ന് വെച്ചാൽ ആ കുട്ടി സൈക്യാട്രിക് മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ കേസ് വന്നപ്പോൾ ആ കുട്ടി ഷെയർ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന് സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോകാൻ മനസ്സില്ല. അതാണ് എൻ്റെ മെയിൻ പ്രശ്നം പറഞ്ഞത്. അപ്പോൾ എന്തുകൊണ്ട് ഈ സ്വന്തം വീട്ടിലേക്ക് പോകാൻ മനസ്സില്ല എന്നുള്ളൊരു കാരണം ചോദിച്ചപ്പോൾ കുട്ടി പറഞ്ഞത്, അതിൻ്റെ ഫാമിലിക്കകത്തുള്ള അച്ഛൻ ആൽക്കഹോളിക്ക്, ഒരു സിസ്റ്ററുണ്ട്, ആ സിസ്റ്ററിന് സെക്ഷലി അബ്യൂസ് ചെയ്യപ്പെട്ടു, സൊസൈറ്റിയുടെ മുമ്പിൽ നാണം കെട്ടു. അപ്പം മറ്റുള്ളവരുടെ മുമ്പിലോട്ട് എനിക്ക് ലഹരിയുടെ സപ്പോർട്ടില്ലാതെ എനിക്ക് പോയി നിൽക്കാൻ പറ്റുന്നില്ല. ഇതാണ് അവൻ പറഞ്ഞ റീസൺ. അപ്പോൾ ഇത് പല കുട്ടികളുടെയും മുൻപിലോട്ട് നമ്മുടെ മുൻപിൽ വന്ന് പറയുന്നൊരു കേസ് ഇതാണ്. കാരണം മറ്റുള്ളവരുടെ മുമ്പിൽ സമൂഹം ഞങ്ങളെ അംഗീകരിക്കുന്നില്ല, കുടുംബം അംഗീകരിക്കുന്നില്ല, സ്കൂളിൽ പോയി കഴിഞ്ഞാലും മോശക്കാരനായിട്ട് എല്ലാവരും കരുതുന്നു. ഈ ഒരു അവസ്ഥയിലായിരിക്കും മിക്കവാറും പലരും ലഹരി ഉപയോഗത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ ലഹരി ഉപയോഗം ഒരു കുട്ടി ലഹരി ഉപയോഗമായിട്ട് നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ നമുക്ക് പലപ്പോഴും കാണുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർക്ക് സൗഹൃദങ്ങൾ ഭയങ്കര കുറവായിരിക്കും. അവർക്ക് സൊസൈറ്റിയുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ല. വീട്ടിലുള്ള പേരൻസുമായിട്ട് അവർ സംസാരിക്കുന്നില്ല, അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ല. അങ്ങനത്തെ ഒരു കേസ് എൻ്റെ മുന്നിലേക്ക് വന്നു. കുട്ടി ബ്ലോക്ക്ഡായിപ്പോയി, കുട്ടിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ദിവസം 18 ഗുളിക കഴിക്കണം. പഠിത്തം 10ാം ക്ലാസ് ആയപ്പോഴത്തേക്ക് പഠിത്തവും ബ്ലോക്കായി, സ്കൂളിൽ പോകുന്നില്ല. അപ്പോൾ എല്ലാവരായാലും ഇവനെ മോശക്കാരനായിട്ട് സൊസൈറ്റി അങ്ങനൊരു ലേബൽ കൊടുത്തിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് കുട്ടി നമ്മുടെ മുന്നിൽ വരുന്നത്. പക്ഷേ ഇന്ന് അവൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ 10ാം ക്ലാസ് ഫുൾ പാസ്സായി, +2 ഫുൾ കഴിഞ്ഞു, IT വരെ പഠിച്ച് ഫുൾ സെക്കൻഡ് ഇയർ ആയി, ഫസ്റ്റ് ഇയർ ഫുൾ ജയിച്ചു. ആ അവസ്ഥയിൽ അവനെ എത്തിക്കാൻ നമുക്ക് പറ്റി. അത് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന മരുന്ന് വലിയ മരുന്നൊന്നുമല്ല, ആക്സെപ്റ്റൻസ്, അംഗീകാരമാണ് അവന് കൊടുത്തത്. അംഗീകാരം കൊടുത്ത് നീ കുഴപ്പക്കാരനല്ല, നിനക്ക് പ്രശ്നമൊന്നുമില്ല എന്നൊരു അക്സെപ്റ്റൻസ് അവന് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് വിത്ത് ചെറിയ ഹോമിയോപ്പത്തിക് മെഡിസിൻസിൻ്റെ സപ്പോർട്ടോടുകൂടി അവനെ നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് പറ്റി. അപ്പം ഞാൻ ഈ എക്സാമ്പിൾ എന്തിനാണ് ഇവിടെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചിലപ്പോൾ പലപ്പോഴും ഞാൻ കാണാറുള്ളൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില അച്ഛന്മാർക്കൊരു പ്രത്യേകതയുണ്ട്. മനസ്സിൽ നിറച്ച് സ്നേഹം ഉണ്ടാവും, പക്ഷേ പ്രകടിപ്പിക്കത്തില്ല. കാരണം അച്ഛന്മാർ ചിന്തിക്കുന്ന വെച്ചാൽ നമ്മൾ സ്നേഹം പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ കുട്ടി ചീത്തയായി പോകുന്ന. ഒരിക്കലും അങ്ങനെയല്ല. കാരണം ഏറ്റവും നല്ല സുഹൃത്ത്, പ്രത്യേകിച്ചും ബോയ്സ്, ഏറ്റവും നല്ല സുഹൃത്ത് അച്ഛനും അമ്മയും ആയിക്കഴിഞ്ഞാൽ അവൻ പുറത്തൊരു സുഹൃത്തിനെ കണ്ടെത്താൻ ശ്രമിക്കത്തില്ല. ഞാൻ സാധാരണ സ്കൂളുകളിലൊക്കെ കൗൺസിലിങ്ങിന് പോകുന്ന ഒരാളാണ്. അപ്പം ഞാൻ ഒരു സ്കൂളിൽ കൗൺസിലിങ്ങിന് പോയപ്പോൾ എൻ്റെ മുമ്പിലേക്ക് വന്നൊരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്, പക്ഷേ കുട്ടി സ്കൂളിൽ എത്തുന്നില്ല. അപ്പോൾ ടീച്ചർ പേരൻസിനെ വിളിച്ച് അന്വേഷിച്ചപ്പോൾ കുട്ടി എല്ലാ ദിവസവും ചോറും ഒക്കെ ആയിട്ട് പോകുന്നുണ്ട്, സ്കൂളിൽ എത്തണില്ല. അപ്പോൾ എന്താ സംഭവിക്കണേന്ന് അന്വേഷിച്ചപ്പോൾ എന്താ പറ്റിയത്? സ്കൂളിനടുത്തുള്ള ഒരു മൊബൈൽ കടയിലെ ആളുമായിട്ട് സൗഹൃദത്തിലായി അയാൾ ഈ കുട്ടിയെ പല രീതിയിൽ മിസ്യൂസ് ചെയ്യുന്നു. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള കാരണം എന്താണ്? പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ. നമ്മൾ എല്ലാ ദിവസവും, അതായത് നമ്മുടെ ഇന്നത്തെ ഒരു തലമുറയുടെ ഒരു ഓട്ടം എന്തുവെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് സാമ്പത്തികം മെയിൻ പ്രശ്നമാണ്. അപ്പം സാമ്പത്തികം വലിയൊരു വിഷയം ആയതുകൊണ്ട് നമുക്ക് സാമ്പത്തികം വേണ്ട എന്നല്ല, സാമ്പത്തികം മാത്രമല്ല, പിന്നെ എന്താണ്, കുട്ടിക്ക് ഇമോഷണൽ. ഇന്നത്തെ കാലത്ത് IQ കുറവുള്ള കുട്ടികൾ ആരും തന്നെ ഇല്ല. എല്ലാവർക്കും ആവശ്യത്തിന് IQ ഉണ്ട്. പിന്നെ ഇല്ലാത്ത എന്താണ്? EQ ആണ് ഇല്ലാത്ത. ഇമോഷണൽ കോഷ്യൻ്റ് ഇല്ല. എന്താണ് ഇമോഷണൽ കോഷ്യൻ്റ്? അതൊരു ക്രൈസിസ് വരുമ്പോൾ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അറിയത്തില്ല. ഒരു ദിവസം ഒരു കുട്ടി രാത്രി വിളിക്കുകയാണ്, എനിക്ക് ഡോക്ടറെ കാണണം, എനിക്ക് ഡോക്ടറോട് സംസാരിക്കണം. രാത്രി 9 മണിക്ക് വിളിച്ചിട്ട് ഡോക്ടറോട് സംസാരിക്കണം എന്ന് പറയുമ്പോൾ എനിക്ക് കുട്ടിയുടെ വീട്ടിൽ പോകാൻ പറ്റുന്നില്ല. പിറ്റേ ദിവസം അറിയുന്നു കുട്ടി സൂയിസൈഡ് ചെയ്തെന്ന്. ഇതുപോലുള്ള വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ പേരൻസ് എപ്പോഴും, ഞാൻ സാധാരണ വർക്ക് ചെയ്യുന്ന ഡിസ്പെൻസറിൻ്റെ അടുത്തുള്ള അംഗൻവാടിയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, പല പേരൻസും വന്ന് അംഗൻവാടി ടീച്ചറോട്, ടീച്ചറെ പെട്ടെന്ന് ABCD എല്ലാം പഠിപ്പിച്ചെടുക്കുക, പെട്ടെന്ന് 1 2 3 പഠിപ്പിച്ച് ABCDയും 1 2 3 പഠിപ്പിക്കുന്ന അല്ല ഒരു കുട്ടിയുടെ ബേസിക് നീഡ്. കോൺഫിഡൻസ് ഉള്ളൊരു കുട്ടിയായിട്ട് വളർത്തിയെടുക്കുക എന്നുള്ളതാണ്.
ഒരു കുട്ടിക്ക് ബേസിക് ആയിട്ട് വേണ്ട എന്താണ്, ഞാൻ ഓക്കെയാണ്, എനിക്ക് പറ്റും. ഒരു ഇതിലും അല്ല ഒരു കുട്ടിയുടെ കഴിവ് മെഷർ ചെയ്യുന്നത്. ഇപ്പോൾ ഇംഗ്ലീഷിന് ഫുൾ മാർക്ക് മേടിക്കുന്നതോ കണക്കിന് ഫുൾ മാർക്ക് മേടിക്കുന്നതോ അതൊന്നുമല്ല. കുട്ടിയുടെ ബ്രെയിൻ റൈറ്റ് സൈഡ് യൂസറാണ്. ഓരോരുത്തരുടെയും ബ്രെയിൻ ഓരോ സൈഡായിരിക്കും ആക്റ്റീവ്. റൈറ്റ് സൈഡ് ബ്രെയിൻ ആക്റ്റീവ് ഉള്ള ആളാണെങ്കിൽ അയാളെ കൊണ്ട് നമ്മൾ കണക്ക് പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. അതേപോലെ ലെഫ്റ്റ് സൈഡ് ബ്രെയിൻ ആക്റ്റീവായിട്ടുള്ള ആൾക്ക് വേറെതിലായിരിക്കും ടാലൻ്റ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും പോകുന്നത് എഴുതുന്ന നീറ്റ് പരീക്ഷ ആയതുകൊണ്ട് നീ നീറ്റ് പരീക്ഷ എഴുതണം, നീറ്റ് പരീക്ഷ എഴുതിയില്ലെങ്കിൽ നീ മണ്ടനാണ് എന്ന് പറയുന്ന ലോജിക്ക് നമ്മൾ പേരൻസ് വിടേണ്ട സമയം കഴിഞ്ഞു. ഓരോ കുട്ടിയുടെയും കഴിവ് ഓരോ സ്ഥലത്തായിരിക്കും ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ആ കഴിവ് കണ്ടെത്താൻ പേരൻസാണ് ഫസ്റ്റ് കണ്ടെത്തേണ്ടത്. കുട്ടിയുടെ കഴിവ് എവിടെയാണ്? ആരും മണ്ടനല്ല. ഫുൾ A+ വാങ്ങിക്കാത്ത ആരും മണ്ടനല്ല. അപ്പം അവരുടെ കഴിവ് കണ്ടെത്തി അവർക്ക് വേണ്ട കോൺഫിഡൻസ് പേരൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഹാഫ് ഡണ്ണാണ്. ആ കുട്ടി ജീവിതത്തിൽ വിജയിക്കും. കാരണം നമ്മുടെ മുന്നിലോട്ട് വരുന്ന പല കേസുകളും പല പേരൻസും വന്ന് പറയും. ഈയിടയ്ക്കൊരു പേരൻറ്റ് വന്നിരുന്നു, 2 കുട്ടികളുണ്ട്, 2 ഗവൺമെൻറ് ഉദ്യോഗസ്ഥരായിരുന്നു. അതിൽ ഒരു കുട്ടി ഫുൾ സ്കൂൾ ടോപ്പറായിട്ട് പഠിച്ചിറങ്ങിയതാണ്, സൂയിസൈഡ് ചെയ്തു. രണ്ടാമത്തെ കുട്ടി, ആ കുട്ടിക്ക് ഇഷ്ടമുള്ള രീതി അവർ വിട്ടു, അതും സൂയിസൈഡ് ചെയ്യേണ്ട കേസായി, സൂയിസൈഡ് ചെയ്തു. 2 മക്കളും പഠിത്തമില്ലാത്തതുകൊണ്ടാണോ? അല്ല. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഞാൻ മനസ്സിലാക്കിയ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് തോന്നിയൊരു കാര്യം, കുട്ടികളെ കോൺഫിഡൻ്റ് ആയിട്ട് വളർത്തിയെടുക്കുക. നീ മണ്ടനാണ്, നിനക്ക് മറ്റവനെക്കാട്ടി മാർക്ക് കുറഞ്ഞു പോയി, നീ ക്ലാസ് ടോപ്പർ അല്ല, അതുകൊണ്ട് നീ മണ്ടനാണ് എന്ന് പറയുന്ന ലോജിക്ക് വിട്ടുകൊണ്ട് കുട്ടിക്ക് ഏതിലാണോ ടാലൻറ്റ് ആ ടാലൻറ്റ് വർദ്ധിപ്പിക്കാൻ വേണ്ട കോൺഫിഡൻസും സപ്പോർട്ടും കൊടുത്ത് പേരൻസ് നിന്നാൽ നമുക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരത്തില്ല. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഈ പറഞ്ഞ പോലെ കൗൺസിലേഴ്സിൻ്റെയും സൈക്യാട്രിസ്റ്റുമാരുടെയും പുറകിൽ നമ്മൾ നടക്കേണ്ടി വരും. അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ വീട്ടിനകത്ത് ഡിപ്രഷനുള്ള ഒരു അമ്മയുണ്ടെങ്കിൽ ആ ഫാമിലി ഒരിക്കലും ആ ഡിപ്രഷനുള്ളൊരു അമ്മയ്ക്ക് ഒരു മെൻ്റലി ഹെൽത്തി ഒരു കുട്ടിയെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അമ്മ ഡിപ്രഷനിലോട്ട് പോകാതിരിക്കണമെങ്കിൽ അച്ഛനും അമ്മയുമായിട്ടുള്ള റിലേഷൻഷിപ്പും ഈ പറഞ്ഞ പോലെ പിന്നെ കുറച്ചും കൂടെ അമ്മ പോസിറ്റീവായിട്ട് നിന്ന് കഴിഞ്ഞാൽ, അമ്മ ഹെൽത്തി ആയിട്ട് നിൽക്കുന്നൊരവസ്ഥയിലാണെങ്കിൽ അമ്മയ്ക്ക് നന്നായിട്ടൊരു കുട്ടിയെ ഗ്രൂം ചെയ്തെടുക്കാൻ പറ്റും. അപ്പം അത്രയ്ക്ക് ലിങ്ക്ഡാണ് ഫാമിലിയും ഈ പറഞ്ഞ പോലെ കുട്ടികളും അവരുടെ ഫ്യൂച്ചറും.